Yes, now we are moving on to another poem, Question Time, written by Meena Alexander. Meena Alexander is a famous Indian English writer and she was a Malayali writer. Here, this paper, this chapter is included in the third sem PG students. The name of the paper is Women's Writing. Here, Meena Alexander, she is an Indian English writer and she wrote a lot of works. She is famous as a poet, essayist, novelist, etc. Here, she wrote a lot of works, including House of Thousand Doors, River and Bridge, Illiterate Heart, Quickly Changing River, etc. And she wrote two famous novels, Numbally Road and Manhattan Music. പ്രശസ്തിയായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് മീന അലക്സാണ്ടർ. അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ട് നോവലുകളാണ് അവരുടെ പ്രധാനപ്പെട്ട രണ്ട് നോവലുകൾ, നമ്പള്ളി റോഡ്, അതേപോലെ തന്നെ മാൻഹാട്ടൻ മ്യൂസിക്. പിന്നീട് അവരുടെ കൃതികൾ പോയിൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൗസ് ഓഫ് തൗസൻഡ് ഡോർസ്. മീന അലക്സാണ്ടറുടെ ക്വസ്റ്റ്യൻ ടൈം എന്ന ഈ നോവലിന് വി കെൻ സീ എ ലോട്ട് ഓഫ് തീംസ്. ഒരുപാട് തീംസ്, ഒരുപാട് ഇതിവൃത്തങ്ങൾ കാണാൻ കഴിയും. മീന അലക്സാണ്ടറുടെ കവിതകളുടെ പ്രത്യേകത, ഇൻ ഹർ പോംസ് വി കെൻ സീ എ ലോട്ട് ഓഫ് തീംസ് ഇൻക്ലൂഡിങ് മൈഗ്രേഷൻ, ദ പ്രോബ്ലംസ് ഓഫ് മൈഗ്രേഷൻ, ദ ട്രോമ ഓഫ് ഹോംലെസ്നെസ് എക്സെട്ര. കാരണം അവർ പറയുന്നത്, അവരെ കുറിച്ച് തന്നെ പറയുന്നത്, എ വുമൺ ട്രാക്ഡ് ബൈ മൾട്ടിപ്പിൾ മൈഗ്രേഷൻസ്. മീന അലക്സാണ്ടർ സേസ് അബൌട്ട് ഹെർസെൽഫ്, സ്വയം പറഞ്ഞതാണ്, താൻ ആരാണ് എന്ന് പറയുന്നത്. എ വുമൺ ട്രാക്ഡ് ബൈ മൾട്ടിപ്പിൾ മൈഗ്രേഷൻ, ദാറ്റ് മീൻസ് ഷി വാസ് ബോൺ ഇൻ ഇന്ത്യ, ബ്രോട്ട് അപ്പ് ഇൻ സുഡാൻ, then educated in England and she was a resident of New York and she died there. ഇന്ത്യയിലാണ് ജനിച്ചത്, സുഡാനിലാണ് വളർന്നത്, വിദ്യാഭ്യാസം ഇംഗ്ലണ്ടിലായിരുന്നു, അതേപോലെ പിന്നീട് താമസം ന്യൂയോർക്കിലാണ്. അവിടെ വെച്ചാണ് അവർ 2018 മരണപ്പെടുന്നത്. അപ്പോൾ അത്രയും സ്ഥലങ്ങളിൽ ജീവിച്ച ആ ഒരു വ്യക്തിയാണ് മീന അലക്സാണ്ടർ. അതുകൊണ്ടാണ് അവർ സ്വയം വിശേഷിപ്പിച്ചത് എ വുമൺ ക്രാക്ഡ് ബൈ മൾട്ടിപ്പിൾ മൈഗ്രേഷൻസ്. ആൻഡ് സോ ഇൻ ഹർ റൈറ്റിംഗ്സ് വി ക്യാൻ സീ ലോസ് ഓഫ് റൂട്ട്സ്, migrations, trauma of homelessness. Then here in this poem, the poem Question Time, we can see the themes like femininity, identity and migration. അവരുടെ കവിതകളിലെ അല്ലെങ്കിൽ കൃതികളിലെ പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് മൈഗ്രേഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയാണ്. അതേ അവസ്ഥ തന്നെയാണ് ഈ കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. മൈഗ്രേഷൻ, അതേപോലെ ഐഡന്റിറ്റി, ദെൻ ഫെമിനിറ്റി, all these themes are there in the poem Question Time. Here, the speaker is the poet herself and the poem is in first person narrative. First person narrative എന്ന് പറയുന്നത്, it is a technique by which the speaker may be the poet himself, poet or the writer himself or herself. And in such poems there will be the use of I എന്ന pronoun ഉപയോഗിച്ച് ഉള്ള കവിതകളെയാണ് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് എന്നറിയപ്പെടുന്നത്. And here also the poem is in first person narrative and no particular rhyme is used in this poem. ഈ കവിതയിൽ നമുക്ക് പ്രത്യേകിച്ചൊരു റൈം സ്കീം അല്ലെങ്കിൽ അങ്ങനെ ഒരു പാറ്റേൺ കാണാൻ സാധിക്കില്ല. അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് ആണ്. The poem Question Time is included in the collection Birthplace with Buried Stones. Birthplace with Buried Stones എന്ന കളക്ഷനിൽ ഉൾപ്പെട്ട കവിതയാണ് Question Time. And in this poem she was asked what use is poetry. ഈ ഒരു കവിതയിൽ she was asked by a girl, ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, എന്താണ് what use is poetry, കവിത കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. And she replies, അതിന് മറുപടിയായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. She says that we have poetry so we do not die of history. എന്താണ് we have poetry, നമ്മൾക്ക് കവിതയുള്ളിടത്തോളം കാലം we do not die of history, ചരിത്രത്തിൽ നമ്മൾ മരിക്കപ്പെടുന്നില്ല. That means we will be remembered forever through poetry. കവിതയിലൂടെ, നമ്മുടെ സൃഷ്ടിയിലൂടെ നമ്മൾ ജീവിക്കും. Rendering survivable nature, പോയട്രിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്
It is to reconcile ചെയ്യുക means അനുരഞ്ജനപ്പെടുക, that means to compromise a violent and unjust world. This world is unjust and a violent one, and in this world we have to reconcile with this violent world and make the beauty of our lives. Even though we have to face a lot of challenges in this world, the duty of poetry is to reconcile with this world, or to let us to reconcile with this world through imaginative power and other qualities. പിന്നീട് അവർ പറയുന്നു, പോയട്രി സ്റ്റാൻഡ്സ് ആസ് ഇന്റിമേറ്റ് ആൻഡ് യൂണിവേഴ്സൽ. കവിത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ആൻഡ് ഇന്റിമേറ്റ്, ആൻഡ് പോയട്രി ഗിവ്സ് അസ് ആക്സെപ്റ്റൻസ് ഇൻ ദിസ് വേൾഡ്. ഈ കൃതിയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾക്ക് ഈ കൃതികളിലൂടെ ജീവിക്കാൻ സാധിക്കും, നമ്മളുടെ കവിതകളിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് എവിഡന്റ് ഫ്രം ഹർ ലൈഫ് ഇറ്റ്സെൽഫ്. അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അത് നമുക്ക് വ്യക്തമാണ്. ദാറ്റ് മീൻസ് ഈവൻ ഇഫ് ഷീ ഡൈഡ് ഇൻ 2018, ഷീ ഈസ് റിമെമ്പേർഡ് ത്രൂ ഹർ വർക്ക്സ്. 2018 മരണപ്പെട്ടു എങ്കിൽ തന്നെയും മീന അലക്സാണ്ടർ ഇന്നും ഓർത്തിരിക്കുന്നത്, അവരെ നമ്മൾ ഓർക്കുന്നത് അവരുടെ കൃതികളിലൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രാധാന്യമാണ് ഈ കവിതയിൽ അവർ പറയുന്നത്. Then we can move on to the poem. കവിതയിലേക്ക് പോകാം. I remember the scared spine of mountains, the moon slips through foxfire in his stamp. എന്നാണ് പറയുന്നത്. Here we can see her imaginative power. അവരുടെ ആ ഒരു ഇമാജിനേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. I remember the scared spine of mountains. ഞാൻ കണ്ടു. എന്താണ് കണ്ടത്? ആ മലനിരകളുടെ ഇടയിലൂടെ the moon slips through, ചന്ദ്രൻ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഞാൻ കണ്ടു. I can see the floating of moon through the ranges of mountains. മലനിരകളിലൂടെ ചന്ദ്രൻ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് ഞാൻ കണ്ടു. നമ്മൾ കാണാറുണ്ട് ചന്ദ്രനെ, പക്ഷെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമ്മൾ കാണാറില്ല, അല്ലെ? നമ്മൾ പോകുമ്പോൾ നമ്മളുടെ മുന്നേ പോകുന്ന ചന്ദ്രനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ഭാവനയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോക്സ് ഫയറിന്റെ സ്റ്റംപ്. സ്റ്റംപ് മീൻസ് ലോഗ്, തടിക്കഷ്ണം. ആ തടിക്കഷ്ണത്തിൽ ഫോക്സ് ഫയർ എന്ന് പറയുന്നത് ല്യൂമിനസ് ഫംഗിയാണ്. അതായത് പ്രകാശമുള്ള, നമ്മൾ മിന്നാമിന്നി പോലെ പ്രകാശം പരത്തുന്ന ഫംഗസുകൾ, തടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജീവികൾ, പ്രാണികൾ. Then bushes red with blisters. Blisters means swelling. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബുഷസ്, കുറ്റിക്കാടുകൾ. ഒരു പക്ഷെ വെള്ളം നിറഞ്ഞതെന്ന് പറയുന്നത് ഒരു തൊട്ടു മുൻപ് മഴ പെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ടാകാം ആ വെള്ളം നിറഞ്ഞത് എന്ന് പറയുന്നത്. ബുഷസ് റെഡ് വിത്ത് ബ്ലിസ്റ്റേഴ്സ്. റെഡ് എന്ന് പറയുന്നവിടെ റെഡ് കളറാണ്. ആ ഒരു ചന്ദ്രന്റെ പ്രകാശത്തിൽ, നിലാവിന്റെ പ്രകാശം, അതോടൊപ്പം തന്നെ ആ ആകാശത്തിന്റെ അന്തരീക്ഷം, ഇതൊക്കെയുള്ള ആ റിഫ്ലക്ഷൻ ഹിയർ ആൻഡ് മിക്സിംഗ് ഓഫ് ദ കളേഴ്സ്. Then her question, a woman in a sweat shirt, hand raised in a crowded room. അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തില്, that means she is moving through her imagination. She is in a meeting, ഒരു മീറ്റിംഗിലാണ്, and she is talking about all these things. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? A question, a woman in a sweat shirt, hand raised in a crowded room. That room was crowded with people. ഒരുപാട് ആളുകൾ എന്താ മീറ്റിംഗിൽ പങ്കെടുക്കാൻ, ഒരു ഗ്യാതറിംഗ് ആണ്. ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ആ കുട്ടികളുടെ ഇടയിൽ, ആ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ചു, വാട്ട് യൂസ് ഈസ് പോയട്രി? Her question is, what use is poetry? And above us, ആ ചോദ്യം ചോദിച്ച സമയത്ത് above us lights flickered. Flickered means മിന്നിത്തെളിയുക, പ്രകാശങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് മിന്നിത്തെളിയാൻ തുടങ്ങി. Something wrong with the wiring. That may be because of the loose connection or loose contact, or that may be because of the wrong connection in wiring. ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു പ്രകാശമായിരിക്കാം ഉദ്ദേശിച്ചത്. ആ ഒരു ലൈറ്റ് മിന്നിത്തെളിയാൻ തുടങ്ങി. Then I turned and saw the moon wall in water. വീണ്ടും ഞാൻ പഴയ ആ ഒരു നേരത്തെ പറഞ്ഞു, the moon is floating through the ranges of mountains. ഇപ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് the moon is moving water. വെള്ളത്തിൽ
ആ ചന്ദ്രന്റെ പ്രതിഫലനം ഇങ്ങനെ മോളിംഗ് മീൻസ് ചുഴറ്റുക എന്നാണ്. ഇവിടെ ഇങ്ങനെ തുള്ളിക്കളിക്കുക, അല്ലെങ്കിൽ ആ ഒരു ചഞ്ചാടി കളിക്കുന്ന വെള്ളത്തിന്റെ ഇളക്കത്തിനനുസരിച്ച് ചന്ദ്രൻ ഇങ്ങനെ തുള്ളുന്നത് പോലെ എനിക്ക് തോന്നി. ആൻഡ് ദ റോക്കീസ് സ്ട്രക്ക് വിത്ത് എ മൂൺലൈറ്റ്. റോക്കീസ് മീൻസ് ഇവിടെ റോക്സ്, റോക്ക് റേഞ്ചസ്, പർവ്വത നിരകള്, അതെന്ത് ചെയ്തു? സ്ട്രക്ക് വിത്ത് മൂൺലൈറ്റ്. മൂൺലൈറ്റ് മീൻസ് വയലറ്റ് ഓർ പെയിൽ പേർപ്പിൾ കളർ. ആ ഒരു പ്രകാശം പർപ്പിൾ കളർ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ ആ റോക്കീസ് കാണപ്പെട്ടു, പർവ്വതങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു പാറക്കൂട്ടങ്ങൾ അങ്ങനെ കാണപ്പെട്ടു. Here sea creatures cut into the sky foliage. I can see sea creatures also. ആകാശത്തിലുള്ള ഒരു ചെറിയ എന്തൊക്കെയോ ജീവികൾ പോലെ ആകാശത്തിലും മാറ്റങ്ങൾ കാണാൻ സാധിച്ചു. ദാറ്റ് മീൻസ് ഐ ക്യാൻ സീ ചേഞ്ചസ് ഇൻ ദി സ്കൈ. നമ്മൾ ആകാശത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പല രൂപങ്ങൾ കാണും. ഏണി പോലെ കാണാറുണ്ട്, സ്വർഗത്തിലേക്ക് കയറി പോകുന്ന ഏണി പോലെ മേഘപടലങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കുമിളകൾ പോലെ, ഓരോ പഞ്ഞിക്കെട്ടുകൾ പോലെയൊക്കെ പല രൂപത്തിൽ നമുക്ക് ആകാശം കാണാൻ സാധിക്കും. കുറച്ചു നേരം നമ്മൾ ആകാശത്തെ നിരീക്ഷിക്കുകയാണെങ്കിൽ പല രൂപത്തിൽ, ചിലപ്പോൾ മുയലിന്റെ രൂപത്തിൽ കാണാം, ചിലപ്പോൾ സിംഹത്തിന്റെ രൂപത്തിൽ കാണാം. അങ്ങനെ പല രൂപങ്ങളിലും നമുക്ക് ആകാശം കാണാൻ സാധിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ഇമാജിനേഷൻ. നമ്മളുടെ ഭാവനയ്ക്കനുസരിച്ചാണ് നമുക്ക് പലതും കാണാൻ സാധിക്കുക. ഹിയർ ഓൾസോ ഷീ ക്യാൻ സീ ദ റിഫ്ലക്ഷൻ ഓഫ് മൂൺ ഇൻ വാട്ടർ. ആ സമയത്ത് സീ ക്രീച്ചേഴ്സ് കട്ട് ഇൻ ദ സ്കൈ ഫോയിലേജ് ഇൻ ദ ഷാഡോ ഓഫ് എ shrub. Once you and I brush the lips and thighs, dreamt of a past that frees its prisoners. എന്ത് ചെയ്തു? You and I brush the lips and thighs. Here, lips and thighs, brush the lips and thighs means we are engaged or we engaged in sexual relation or something or love affair. ഒരു പക്ഷെ അങ്ങനെ ആ ഒരു ബന്ധമായിരിക്കാം. ആ ഒരു കുറ്റിച്ചെടിയുടെ ഉള്ളിൽ നമ്മൾ പങ്കുവച്ച നിമിഷങ്ങൾ. Dreamt of a past and we are thinking of the past and that frees its prisoners. Frees its prisoners. Here prisoners means sexual energy. That is the suppressive energy. നമ്മൾ എപ്പോഴും ഏറ്റവും ശക്തമായ എനർജിയാണ് സെക്ഷൽ എനർജി എന്ന് പറയപ്പെടുന്നത്. ഏറ്റവും നമ്മൾ അടിച്ചമർത്തി വെക്കുന്ന ഒരു എനർജി. ആൻഡ് in the shadows of that shrub we freeze or we free our prisoners or its prisoners. That means we freed our sexual desires. Then standing apart, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു, ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു വന്നു. Then standing apart, I looked at her. ഞാൻ അവളെ നോക്കി. എന്നോട് ആ ചോദ്യം ചോദിച്ച കുട്ടിയെ നോക്കി. എന്താണ് അവൾ ചോദിച്ചത്? What use is poetry? എന്താണ് കവിതയുടെ ഉപയോഗം എന്ന് ചോദിച്ച ആ കുട്ടിയെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു. And said, അവളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? We have poetry. നമുക്ക് എന്തുണ്ട്? We have poetry and we do not die of history. So we do not die of history. നമ്മൾ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ഇങ്ങനെ ചരിത്രം അവസാനിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. എന്തുണ്ട്? We have poetry, so we will be remembered forever. നമ്മൾക്ക് കവിതയുണ്ട്. കവിത ഉള്ളിടത്തോളം കാലം we will be remembered forever. നമ്മളൊരു കൃതി ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പെയിന്റിംഗ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃതികൾ, ഏത് കൃതികളായാലും ഒരു വർക്ക് ചെയ്യുന്ന ആള്, ആ ഒരു വർക്ക് ചെയ്യുന്ന ആള് അദ്ദേഹം മരണപ്പെട്ടാലും ആ കൃതിയിലൂടെ അവര് ഓർമ്മിക്കപ്പെടും. ആൻഡ് ദാറ്റ് ഈസ് എവിഡന്റ് ഫ്രം ഹർ ലൈഫ് ഇറ്റ്സെൽഫ്. അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അത് തെളിവാണ്. കാരണം even though she died at 2018, she will be remembered even now. 2018 അവർ മരണപ്പെട്ടു. ഇത്രയും വർഷം കഴിഞ്ഞു എങ്കിൽ തന്നെയും അവരിന്നും ഓർമ്മിക്കപ്പെടുന്നു. അതേപോലെ തന്നെയാണ് BC-യിൽ ജീവിച്ചിരുന്ന എഴുത്തുകാര്. അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നു. സോഫോക്ലേസ്, അരിസ്റ്റോഫെൻസ് തുടങ്ങിയ പ്രശസ്തരായ എഴുത്തുകാർ, അവരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് വെർജിൽ ഈനീഡ്. അപ്പൊ അവരെയൊക്കെ ആ കൃതികൾ, വെർജിലിന്റെ ഈനീഡ്, അതേപോലെ തന്നെ ഹോമർ, ഇലിയഡ്, ഒഡീസി ഒക്കെ എഴുതിയ ഹോമർ, ഇവരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് നമ്മളും ജനിക്കുന്നതിനൊക്കെ എത്രയോ മുൻപ് BC-യിൽ ജനിച്ച ആളുകളാണ്, ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത് അവരുടെ കൃതികളിലൂടെയാണ്. അതാണ് ഇവിടെ മീന അലക്സാണ്ടർ പറയുന്നത്. We have poetry and we will be remembered forever and we do not die of history. I had no idea what I meant.
പിന്നെയുള്ളവർ പറയുന്നു ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഐ മെന്റ്, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ആ കുട്ടിക്ക് മറുപടി പറഞ്ഞത് വി ഹാവ് പോയട്രി ആൻഡ് വി വിൽ ബി റിമെമ്പേർഡ് ഫോർ എവർ, സോ വി ഡു നോട്ട് ഡൈ ഓഫ് ഹിസ്റ്ററി. നമ്മൾ ചരിത്രത്തിൽ മരിക്കപ്പെടുന്നില്ല, നമ്മൾ കവിതയിലൂടെ ജീവിക്കപ്പെടും. അങ്ങനെ നമ്മൾ കവിതയിലൂടെ നമ്മളുടെ ജീവൻ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രസൻസ് ഈ ഭൂമിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എന്താണ് അർത്ഥമാക്കിയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ആ കുട്ടിക്ക് മറുപടി കൊടുത്തത് ഇങ്ങനെയാണ്. Here, Meena Alexander indirectly criticizes the patriarchal society. ഇവിടെ patriarchal society means a male-dominated society. പുരുഷാധിപത്യമുള്ള സമൂഹം. ആ ഒരു സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്ന് പറയുന്നത് it is a suppressed one. വളരെ അടിച്ചമർത്തപ്പെട്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനാണ് സ്ത്രീകൾക്കുള്ളത്. ആ ഒരു സമൂഹത്തെയും ഇവിടെ കുറ്റപ്പെടുത്തുന്നു. ബട്ട് while writing creative works, being writers, we will be remembered for the time immemorable. പിന്നീട് അവർ പറയുന്നത് നമ്മളൊരു റൈറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് വർക്ക് ചെയ്യുകയാണെങ്കിൽ we will be remembered forever or we will be remembered for the time immemorable. നമുക്ക് മറക്കാൻ കഴിയാത്ത കാലം വരെ, ദാറ്റ് മീൻസ് കാലങ്ങളുള്ള ആ ഒരു വരും കാലങ്ങളിലും എത്രത്തോളം കാലം ഈ ലോകമുണ്ടോ അത്രത്തോളം കാലം നമ്മൾ ഓർമ്മിക്കപ്പെടും. ആൻഡ് പോയട്രി ക്യാൻ സ്റ്റാൻഡ് ആസ് എ സൈൻ ഇൻ ഹിസ്റ്ററി. പോയട്രി ക്യാൻ സ്റ്റാൻഡ് ആസ് അവർ സൈൻ ഇൻ ഹിസ്റ്ററി. നമ്മളുടെ ഒരു കയ്യൊപ്പായിട്ട് ചരിത്രത്തിൽ ഈ കവിതയ്ക്ക് നിലനിൽക്കാൻ കഴിയും. കവിതകൾക്ക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വർക്ക്, കവിത എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ ക്രിയേറ്റീവ് വർക്കാണ്. സച്ച് ക്രിയേറ്റീവ് വർക്ക് ക്യാൻ remain or stand as a sign of our role in history. ചരിത്രത്തിൽ നമ്മുടെ കയ്യൊപ്പായിട്ട് ഈ കൃതികൾക്ക് നിലനിൽക്കാൻ കഴിയും. ഇതാണ് മീന അലക്സാണ്ടറുടെ ക്വസ്റ്റ്യൻ ടൈം എന്ന കവിത. ഇതില് പ്രധാനമായിട്ടും പറയുന്നത് what is the use of poetry and the mortality of poetry or the mortality of a creative work. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.